നേവി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ നിമിഷം ലഭിക്കുന്നത്. അതേസമയം ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നീക്കങ്ങളും എങ്ങനെയാണ് എന്നുകൂടി അറിയണം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? പൂജ, ഇപ്പോൾ ഇവിടെ നേവി സംഘങ്ങൾ മടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈശ്വർ മാൽപ്പെ സംഘവും അവരുടെ അവസാനഘട്ട ദൗത്യത്തിന്റെ ഭാഗമായി ഇന്നത്തെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. എന്തായാലും അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക ടെറൈൻ, ആ ഒരു പ്രദേശത്തെ തിരച്ചിൽ പരിപൂർണമായി അവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ശ്രദ്ധേയമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നതുകൂടി അവസാന ഘട്ടമെന്ന തോതിൽ ഒരു പരിശോധനയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. NDRF സംഘവും അവരോടൊപ്പം തന്നെയുണ്ട്. ഇപ്പോൾ അവർ നേരത്തെ നിന്നിരുന്ന പ്രദേശത്ത് നിന്ന് കുറച്ചല്പം മാറുന്ന ഒരവസ്ഥ, ഏകദേശം നേരത്തെ നമ്മൾ പറഞ്ഞ സെക്ടർ 1-ൽ നിന്നും 2-ൽ നിന്നും അല്പം മാറി നേരത്തെ ഈശ്വർ മാൽപ്പെ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഹൈഡ്രോളിക് ജാക്കൊക്കെ തന്നെ കണ്ടെത്തിയ ആ ഒരു പ്രദേശത്തേക്ക് നീങ്ങുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഇന്നലെ ഹൈഡ്രോളിക് ജാക്ക് അന്ന് കണ്ടെടുക്കാനായത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രദേശത്ത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുക. നേരെ ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അവർ തിരച്ചിൽ ആരംഭിച്ചു. പിന്നെ ഇന്ധനത്തിന്റെ സാമീപ്യം കണ്ടെത്തിയ പ്രദേശത്ത് നിന്നായിരുന്നു ആ ശിരൂരിലെ മലയിടിഞ്ഞ പ്രദേശത്ത് നിന്ന് കുറച്ചല്പം മാറിയുള്ള പ്രദേശത്തായിരുന്നു ആദ്യം ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയത്. അവിടെ നിന്നായിരുന്നു ഈശ്വർ മാൽപ്പെ എന്ന ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ആരംഭിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം നേവി സോണാറിൽ രേഖപ്പെടുത്തി വെച്ച പ്രദേശത്തേക്കായിരുന്നു ഉച്ചയ്ക്ക് തൊട്ട് മുൻപ് വരെ നീങ്ങിയത്. ഇന്ന് ആ പ്രദേശത്ത് നിന്ന് പോയി പിന്നെ മണൽക്കൂനയിലെത്തി അവിടെ നിന്നൊക്കെ തന്നെ പരിശോധനകൾ നടത്തി. പിന്നീട് ഇപ്പോൾ വന്ന് വീണ്ടും എവിടെയാണോ ഇന്ന് പരിശോധനകൾ ആരംഭിച്ചത് ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പെ സംഘത്തിന്റെ ഒരു തോണിയും NDRFന്റെ ഒരു ഡങ്കി ബോട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംഘത്തിലെ അദ്ദേഹമടക്കം 4 പേരാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ മുങ്ങി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസത്തെ പരിശോധനകൾ ഏകദേശം പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ള NDRFും SDRFും നേവിയും അതുപോലെ തന്നെ മാൽപ്പെ സംഘവും. സാരംഗ്, ഏറെക്കുറെ ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഉണ്ടാകില്ല എന്നറിയുന്നു. മറ്റന്നാളും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കുമോ തെരച്ചിൽ? എന്തായാലും ഒരു പൂർണ്ണ തോതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ എത്തിക്കുമ്പോഴായിരിക്കും. അതേസമയം പ്രതീക്ഷ നൽകി ഇന്ന് ചില കയറൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. ലോഹഭാഗങ്ങൾ അതിന്റെ അല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ പലതും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയായിരിക്കും അല്ലെ ഇനി വരും ദിവസങ്ങളിലും ഇങ്ങനെയുള്ള തിരച്ചിൽ എത്തിക്കുക, അതായത് തിങ്കളാഴ്ചയ്ക്ക് മുൻപായി? ഇത്തരത്തിലുള്ള വാഹന ഭാഗങ്ങൾ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തീരപ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ പുഴയുടെ മധ്യഭാഗത്ത് നിന്നൊക്കെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇവിടെ ദൗത്യത്തിന്റെ ഭാഗമായി തിരച്ചിലിനിറങ്ങിയ സംഘാംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്, വലിയ ശുഭാപ്തി വിശ്വാസം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഊർജ്ജം കൂടി ഉണ്ടാവും ഇനി വരുന്ന ദിവസങ്ങളിലെ തിരച്ചിലിന്. ഡ്രഡ്ജർ വരുന്നതോടുകൂടി ഈ പുഴയുടെ ഈ അടിത്തട്ടിനെ തന്നെ ഇളക്കി മറിച്ച് നടത്താവുന്ന ഒരു പരിശോധനയ്ക്കുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് നമ്മൾക്ക് നേരിട്ട് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. എന്തായാലും നാളെ സ്വാതന്ത്ര്യദിനമാണ്. നാളെ തൽക്കാലമായിട്ടെങ്കിലും തിരച്ചിലുണ്ടായിരിക്കില്ല എന്നാണ് ഇവിടെ നിന്ന് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും MLAയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി സാരംഗ്, എന്തായാലും നാവികസേന ഇന്നത്തെ തെരച്ചിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്.